കട്ടൻ ചായ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ? നല്ല രുചിയാണ്. നമുക്ക് ഡൈജഷനും തലവേദനക്കും തൊണ്ടവേദനക്കൊക്കെ നല്ല ആശ്വാസമാണ് ഈ ഒരു കട്ടൻ ചായ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ആട്ടോ വേണ്ടത്. ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം, കാരണം ഇഞ്ചിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ കട്ടൻ ചായക്ക്. ഈ ഒരു ഏലക്കായും ഇഞ്ചിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഇഞ്ചി ഏലക്കായും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ഇഞ്ചിൻ്റെയും ഏലക്കായൻ്റെ ഫ്ലേവർ നന്നായിട്ടൊരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നതിലേറെ ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ചായ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒരു 2 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടൻ ചായയിൽ നമ്മൾ ചായപ്പൊടി ഇടുമ്പോൾ ചായപ്പൊടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല കയ്പ്പ് രസം വരും. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ചായയിലേക്ക് ഓരോ സ്ലൈസ് നാരങ്ങൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വീതം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ടീ ആണ് കേട്ടോ. നമുക്ക് നല്ല തലവേദന തൊണ്ടവേദനക്കുള്ള സമയത്ത് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡൈജഷൻ നടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.